ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി മീൻകറിയാണ്. ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഒരു മീൻകറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന മത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ കറി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. മത്തിക്കറിക്ക് വേണ്ടിയിട്ടുള്ള മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് 7-8 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. അതെല്ലാം ഞാൻ ഇവിടെ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മത്തിയല്ലേ ഉള്ളൂ, അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ കുഴയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് പിടിച്ചെടുക്കാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർത്തിട്ട് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് എണ്ണയ്ക്കകത്ത് വഴറ്റുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് കരിയാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന് അതാണ്, കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. പിന്നെ രണ്ടാമത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചെന്നാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം മുളക് പൊടി ഇങ്ങനെ പൊങ്ങിക്കിടക്കും, വെള്ളത്തിൽ താഴ്ന്നു പോകത്തില്ല. കുറച്ചധികം നേരം തിളച്ചതിന് ശേഷമേ ആ വെള്ളവുമായിട്ട് കൂടിച്ചേർന്ന് അത് റെഡിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ 2 കാരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ച് പേസ്റ്റ് രൂപത്തിൽ ആദ്യമേ ആക്കി വെക്കുന്നത്. ഇനി ഗ്യാസിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒത്തിരി നേരം വഴറ്റേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റണം. തീ കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്. പച്ച ചുവയൊക്കെ മാറി എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്.
തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എത്രയാണോ ചാറ് വേണ്ടിയത് അതിൻ്റെ അനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുടംപുളി ചേർത്ത് കൊടുക്കുക. ഒരു 3-4 അല്ലി കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരല്പം തീ കുറച്ച് കൊടുക്കാം. ഇപ്പോൾ മീൻകറി നന്നായിട്ട് തിളച്ച് വറ്റി ചാറൊക്കെ ആവശ്യത്തിന് കുറുകി നല്ല പരുവായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് ശേഷം കുറച്ച് പച്ച കറിവേപ്പില നമുക്ക് തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി. ഉറപ്പായും ഈ റെസിപ്പി എല്ലാവരും പരീക്ഷിക്കുക. ഇഷ്ടമാകും. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.